വളരെക്കാലം മുൻപ് വയനാട്ടിൽ ഒരാൾക്ക് ഉണ്ടായ ഒരു അനുഭവമാണിത്. അന്നൊക്കെ വളരെ കുറച്ചു ആളുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം കുടിയേറി പാർത്തവരൊക്കെ കുരുമുളകും കപ്പയുമൊക്കെ കൃഷി ചെയ്തു വിളവെടുത്തു വരുമാനം ഉണ്ടാക്കി തുടങ്ങിയിരുന്നു. വാഹന സൗകര്യമോ വഴികളോ ഇല്ലാത്തതിനാൽ കൃഷി ചെയ്ത വിളകൾ ചുമന്നുകൊണ്ട് കാൽനടയായി വളരെ അധികം ദൂരം നടക്കണമായിരുന്നു. അതിനായി ഒരു ദിവസം മുഴുവൻ വേണമായിരുന്നു. രാവിലെ ഇറങ്ങിയാൽ വൈകിട്ട് തിരിച്ചെത്തുമായിരുന്നുള്ളൂ. കള്ളന്മാരുടെ ശല്യം ഉണ്ടായിരുന്നതുകൊണ്ട് ആരും തന്നെ തനിച്ചു പോകുമായിരുന്നില്ല. ഒരിക്കൽ രാമൻ എന്നൊരാൾ തന്റെ വിൽക്കാനുള്ള സാധനങ്ങളുമായി വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ സമയം വളരെ വൈകിയച്ചായിരുന്നു. പണത്തിനു അത്യാവശ്യമുള്ളതിനാൽ തന്നെ പോകാതിരിക്കാനും വയ്യ. അതുകൊണ്ട് തന്നെയാണ് കൂടെ പോരാൻ ആരും ഇല്ലാതിരുന്നിട്ടും സമയം വൈകിട്ടും പോകാമെന്ന് തീരുമാനിച്ചത്. വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അയാൾ കടയിൽ എത്തി സാധനങ്ങൾ വിറ്റു. സാധാരണയായി കള്ളന്മാർ കടയുടെ അടുത്തൊക്കെയായി ചുറ്റിപ്പറ്റി നിൽക്കും. എന്നിട്ട് തനിച്ചാണ് വന്നതെന്ന് മനസ്സിലാക്കിയാൽ ആളുകളെ പിന്തുടർന്ന് കാടെത്തുമ്പോൾ അപായപ്പെടുത്തി പണം തട്ടിയെടുക്കുന്നതാണ് പതിവ്. രാമൻ അരിയും വീട്ടിലേക്കു വേണ്ട കുറച്ചു സാധനങ്ങളുമൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നേരം ഇരുട്ടി. ടൗണിൽ ഒന്നും നിൽക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ പോവാതിരിക്കാനും വയ്യ. 4-5 കിലോമീറ്റർ നടന്നു കഴിയുമ്പോൾ തന്റെ സുഹൃത്തിന്റെ ഒരു കടയുണ്ട്. അവിടെ തങ്ങിയിട്ട് രാവിലെ പോകാം എന്നു കരുതി. കയ്യിലൊരു ചൂട്ടും കത്തിച്ചു പിടിച്ചു രാമൻ നടക്കാൻ തുടങ്ങി. കള്ളന്മാരുടെ ആക്രമണം ഉണ്ടാകുമോ എന്ന ചിന്തയായിരുന്നു മനസ്സിൽ. കട എത്തുന്നതിനും 1/2 കിലോമീറ്റർ ഇപ്പുറത്തായി ഒരു അമ്പലമുണ്ട്. നടന്നു അമ്പലം കണ്ടപ്പോ രാമന് കുറച്ചൊരു ആശ്വാസമായി. എന്നാൽ അമ്പലത്തിലേക്ക് കയറുന്ന വഴി എത്തിയതും പെട്ടെന്നാണ് അയാൾ ആ കാഴ്ച കാണുന്നത്. തന്റെ തൊട്ടു മുൻപിലായി ഒരു ആന നിൽക്കുന്നു. പേടിച്ചുപോയ രാമൻ ഒരു നിമിഷം അവിടെ സ്തംഭിച്ചു നിന്നു. കയ്യിലുള്ള സാധനങ്ങൾ എല്ലാം നിലത്തു വീണു. എന്നാൽ ആന ഇതുവരെ ആയിട്ടും തന്നെ കണ്ടിട്ടില്ലെന്ന് മനസ്സിലാക്കിയ രാമൻ പതിയെ പുറകിലോട്ട് വന്ന് ഒരു എല്ലിക്കൂട്ടത്തിന്റെ അടുത്തെത്തി മറഞ്ഞു നിന്നു. ആനയെ ശ്രദ്ധിച്ചു നോക്കി. ആനക്ക് ചുറ്റും ഒരു പ്രകാശമുള്ളതുപോലെ അയാൾക്ക് തോന്നി. അതുകൊണ്ടാണ് ഇരുട്ടായിരുന്നിട്ടും അതിനെ കാണാൻ കഴിഞ്ഞത് എന്നയാൾക്ക് മനസ്സിലായി. പോവേണ്ട വഴിയിൽ തന്നെയാണ് ആന നിൽക്കുന്നത്. ആന മാറാതെ ഇനി അതിലൂടെ പോവാൻ കഴിയില്ല. എന്നാലും ഇങ്ങനെ ഒരു അനുഭവം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. ആന ഉണ്ടെന്നും ഇതുവരെ ആരും പറഞ്ഞും കേട്ടിട്ടില്ല. ആന മാറുന്നുണ്ടോ എന്ന് നോക്കുന്നതിനിടയിൽ അയാൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. ആന തുമ്പിക്കയിൽ എന്തോ പിടിച്ചിട്ടുണ്ട്. അത് വളരെ ശക്തിയോടെ നിലത്തടിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി അയാൾ കണ്ടു. ആന നെറ്റിപ്പട്ടും കെട്ടിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ രാമന് ഒരൽപ്പം ആശ്വാസം തോന്നി. അപ്പോ അതൊരു കാട്ടാന അല്ല, അമ്പലത്തിലെ ആനയാണ്. എന്നാൽ പാപ്പാനെ അവിടെ എങ്ങും കാണാനുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോ അതിലെ നടന്നു പോകുന്നത് അപകടമാണ്. കുറച്ചു നേരം കാത്തിരിക്കാം, ആന മാറിയതിനു ശേഷം പോകാം എന്നയാൾ കരുതി. മണിക്കൂറുകളോളം അയാൾ അവിടെ ഇരുന്നു. കുറെ കഴിഞ്ഞപ്പോ ആന പെട്ടെന്ന് എങ്ങോട്ടോ അപ്രത്യക്ഷമായി. ആന പോയെന്നു കണ്ട രാമൻ അവിടെ നിന്നും എണീറ്റു വളരെ ശ്രദ്ധിച്ചു നടന്നു. കടയിൽ എത്തിയപ്പോഴേക്കും കട അടച്ചിരുന്നു. അയാൾ കതകിൽ മുട്ടി വിളിച്ചു. അപ്പോൾ തന്നെ അബ്ദു വാതിൽ തുറന്നു. അന്നത്തെ രാത്രി അയാൾ അവിടെ തങ്ങി. രാവിലെ ആയപ്പോ രാമന് വെട്ടിവിറക്കുന്ന പനിയുണ്ടായിരുന്നു. തന്റെ സുഹൃത്ത് എന്തോ കണ്ടു പേടിച്ചിട്ടുണ്ടെന്നു അബ്ദുവിന് മനസ്സിലായി. നടന്ന കാര്യങ്ങളൊക്കെ രാമൻ സുഹൃത്തിനോട് പറഞ്ഞു. എന്നാൽ അബ്ദു പറഞ്ഞ മറുപടി കേട്ട് രാമൻ ശരിക്കും ഞെട്ടി. അമ്പലത്തിൽ ആന ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം 3 ദിവസം മുൻപ് ആ ആന സുഖമില്ലാതെ ചരിഞ്ഞു എന്നാണ് അബ്ദു പറഞ്ഞത്. അപ്പോ താൻ കണ്ടതോ? ഒരൽപ്പം പരിഭ്രമത്തോടെ രാമൻ ചിന്തിച്ചു. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം എന്ന് അബ്ദു പറഞ്ഞു. ആന ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ അടയാളം അവിടെ ഉണ്ടാവും. അങ്ങനെ അവർ പോയി നോക്കി. അപ്പോഴാണ് അവർ ശരിക്കും ഞെട്ടിയത്. ഒരു ആന നിന്നതിന്റെ അടയാളങ്ങൾ ഒന്നും തന്നെ അവിടെയില്ല. അമ്പലത്തിൽ വേറെ ആനയും കണ്ടില്ല. അപ്പോൾ താൻ കണ്ടത് ആനയുടെ പ്രേതത്തിനെയാണോ? അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും രാമൻ വീട്ടിലേക്കു നടന്നു. ചിലതെല്ലാം നമുക്ക് കെട്ടുകഥകൾ പോലെ തോന്നാം. എന്നാൽ അനുഭവമുള്ളവർ പറയും, മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്നതിനും ശാസ്ത്രത്തിനു പറയാൻ കഴിയുന്നതിനും അപ്പുറം എന്തൊക്കെയോ ഭൂമിയിലുണ്ട്. ഒരുപക്ഷെ ഈ കഥ കേൾക്കുന്നവർക്ക് തന്നെ ചില അമാനുഷികമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം.